जवानियां पहली दफा हो गया बेगाना मैं होश से पहली दफा प्यार को पहचाना एहसास है ये नया सुना है ये रस्म वफा है जो दिल पे नशा है वो पहली दफा है सुना है ये रस्म वफा है जो दिल पे नशा है वो पहली दफा है कभी दर्द सी कभी जर्द सी जिंदगी बेनाम थी कहीं चाहते हुई मेहरबान हाथ बढ़ के थामती एक वो नजर एक वो निगाह रूह में शामिल इस तरह बन गया अफसाना एक बात से पहली दफा पा लिया है ठिकाना बाहों की है पना सुना है ये रस्म वफा है जो दिल पे नशा है वो पहली दफा है सुना है ये रस्म वफा है जो दिल पे नशा है वो पहली दफा है लगे बेवजह अल्फाज जो वो जरूरत हो गए तकदीर के कुछ फैसले जो गनीमत हो गए बदला हुआ हर पल है रहती खुमारी हर जगह प्यार था अनजाना हुआ साथ में पहली दफा ये असर अब जाना क्या रंग है ये चढ़ा सुना है ये रस्म वफा है जो दिल पे नशा है वो पहली दफा है പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആകുലത്തെ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പല ഭവനങ്ങളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചുകൊണ്ട്
ഈ നിന്റെ ദാസന്റെ ഭവനത്തിൽ ഒന്ന് കടന്നു വരുവാൻ, നിന്നെ ഒന്ന് സ്തുതിപ്പാൻ, നിന്റെ മകന്റെ മംഗളകരമാകുന്ന ഒരു ദിനത്തിൽ നിൽക്കാൻ ഇടയാക്കിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഭവനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. മാതാവിനെ പിതാവിനെ ഇത്രത്തോളം നീ പോറ്റിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാനമായിട്ട് കൊടുത്ത മക്കളെ രണ്ടുപേരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മകളോട് തുണയെ നൽകിയ ദാസനോട് തലമുറയോട് കരുണ തോന്നണമേ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ ജന്മം മുതൽ ഈ നിമിഷം വരെ നീ നടത്തി പരിപാലിച്ച് ഇത്രത്തോളം നീ കരുതിയതിന്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചാലും അനുഗ്രഹിക്കുന്ന ദൈവം നീ ആകുന്നുവല്ലോ. സ്വർഗത്തിലെ ദൈവമേ, നിന്റെ മകന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവാഹ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവിന്റെ നൽവരം ഉണ്ടാവണമേ. കാനാവിലെ കല്യാണത്തിനെ അനുഗ്രഹിച്ച ദൈവമേ, നിന്റെ സാന്നിധ്യ മുഖാന്തരം എല്ലാം മംഗളകരമാക്കി തീർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഉപജീവന മാർഗം കൊടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഇടയാകണം കർത്താവേ. ഇവരാഗ്രഹിക്കുന്ന പോലെ നീ ഇവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ഒന്നും നീ ഓർക്കരുത്. സകല പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ കാവലും ഉണ്ടാകണമേ. കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളും സഹോദരങ്ങളുമായ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ദൈവിക സമാധാന സന്തോഷം ലഭിക്കാൻ ഇടയാകണമേ. ഒരു കാര്യത്തിന് കുറവില്ലാതെ, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ലാതെ എല്ലാം നിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി നിന്റെ മകനെയും മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സമ്പന്നതയോടെ, സമൃദ്ധിയോടെ, ഐശ്വര്യത്തോടെ നീ പോറ്റി പുലർത്തണമേ. സകല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമ മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും ക്രമ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവൻ നീയാന്നിൽ മാർത്താവേശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധുള്ളാത്തിനവരമേ നമ്പരാന്യമേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നിന്റെ മകന്റെ മേലും മകളുടെ മേലും എല്ലാ ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അരികിൽ വരേണേ അഭയം തരണേ. അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ. എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ. എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. നിറയും ദൈവമേ, എന്നെ അറിയും ദൈവമേ. നായക നീ വരൂ, ഏകിടാം പൂർണ്ണമായി. അരികിൽ വരേണേ അഭയം തരണേ. എൻ
എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. പാടി പാടി വാഴ്ത്തുവാൻ വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപനെ. പാടി വാഴ്ത്തുവാൻ വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപ. രോഗങ്ങൾ അഖിലവും മാറുവാൻ എന്നിൽ വരണേ കരുണയായി ദൈവമേ നീ വരൂ ഏകിടാ എന്റെ പാപങ്ങൾ
ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാലും നേരുകേട്ടിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അവസ്ഥകൾ സന്തോഷിച്ചും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം ധരിപ്പിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. മഹത്വമുള്ള നിന്റെ റൂഹാനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിന്നിലേക്ക് തിരിയുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നിരുപാധിമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങുഹൃദയം നിരസിക്കുന്നില്ല. ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമാഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്തിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ോ
എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്നെ വിജയരക്തത്താൽ അവളെ വെടുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാങ്ങിച്ചും ചെയ്ത് താൻ തന്നെ അവൾക്ക് വർണ്ണാക്കിയിരിക്കുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിനെ സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരം വാഴിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സോടെ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയോടത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുലകും യൗമോ സ്വതഹായ മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന വിഗതേതനായിരിക്കുന്നവനും സദാ നന്മകൾ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടുപ്പുള്ള മൂറോനും അനാന്തിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനം കൊണ്ട് ദൈവങ്ങളുടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാജകുമാറും നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് പൊതുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വെടുപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിനെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളെ കൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിക്കുന്നതായ ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ നിഷിദ്ധമായ തീരുവാൻ സന്ധിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണനും നിറവുള്ളവരുമായി തീരുമാനിക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും ആദരിക്കുവാൻ കൃപയോട് സന്നദ്ധയാക്കണമേ. ദൈവമായ കർത്താവേ, ഹത്തിലും ബലത്തിലും അഭംഗമായവരെ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിലൂടെ ആവിഷ്കാരം മുഴുവൻ വിവിധ തലത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ
സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോട് സ്വാതന്ത്ര്യമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ദൈവത്തിൽ നിന്നേകളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പരിപാവന സഭയിൽ വാനോന്താതും ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് പിതാവിനും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബഹുലമായ കൃപയാലും ഈ മോചനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവൻ
ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിരുവാദിച്ചവരുടെ ബോധനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനെ പുത്രനും പരിശുദ്ധായിയും നീ സ്തുതികളേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ വശിനാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അനുകരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കും ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവുതന സന്നദ്ധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തെ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വഖൂർ സ്വാലവൽമീ. Yeah.
കൃപകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീപാദരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും അല്പസമയോടെ ഇരിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട PT നായകരാജൻ ഈ ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കും. ഏറ്റവും ആദരണീയനായ വൈദ്യസുണ്ട്. ഒന്നാമതായിട്ട് ഈ മണവാളിനെ മണവാട്ടിയെ ഓർപ്പിക്കുവാൻ വേണ്ടിയുള്ളത്, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. ഒരു പരിഭാവതയും പവിത്രമായിരിക്കുന്ന ബന്ധത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ബോധ്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ട വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിലെ ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിനെസ് എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ ആവശ്യമാണ്. അതുകൊണ്ട് മണവാളിനും മണവാട്ടിയും രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിലും ഇന്ന് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു കുടുംബജീവൻ നയിപ്പാൻ തക്കവണ്ണം, ഒരു കുടുംബം പണിയുവാൻ തക്കവണ്ണം നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടമെന്നും കാരണമെന്നും എപ്പോഴും ബോധ്യപ്പെടുകയും ദൈവികമായിരിക്കുന്ന ഒരു വിശുദ്ധി ജീവിതത്തിൽ പാലിപ്പാൻ തക്കവണ്ണം എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ ബന്ധം ഒരു വിശുദ്ധമാണ്, ഹോളിനെസ് ഉള്ളതാണെന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ആവശ്യമാണ്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും പ്രാർത്ഥന ഉണ്ടാവണം. ദേവാലയമായുള്ള ബന്ധവും ദൈവമായിട്ടുള്ള അഭേദമായിട്ടുള്ള ഒരു ഇടപെടലും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ളത്, ദൈവം നിങ്ങളെ വിശുദ്ധമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു എന്ന്. ആത്മീയമായിരിക്കുന്ന ഒരു പരിവേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആത്മശരീര മനസ്സിലുള്ള ഐക്യം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭാവത്തിൽ ഉണ്ടാകുമ്പോൾ ദമ്പതികൾ ഇന്നു മുതൽ രണ്ടായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടതല്ല, ഒന്നായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണെന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇംഗ്ലീഷിലെ ഒരു വാക്ക് വെച്ച് അതിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ വൺനെസ് എന്നുള്ള ഒരു പദം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ ആവശ്യമാണ്. ആദ്യം ഞാൻ പറഞ്ഞ പദം ഏതായിരുന്നു? ഹോളിനെസ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് വൺനെസ്, ഒരുമ, ഐക്യം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഒരു മാതൃകാപരമായിരിക്കുന്ന ജീവൻ നയിപ്പാൻ തക്കണം ഏറ്റവും അധികം ശ്രദ്ധിക്കണം. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അനേകർ മാതൃകയില്ലാത്ത ജീവൻ നയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. പണ്ടത്തെ കാലത്ത് വലിയ അക്ഷരാഭ്യാസമോ ഒന്നുമില്ലാതിരുന്ന അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ അത്ഭുതം തോന്നും. കാര്യം കൗൺസിലിംഗ് ഇല്ലായിരുന്നു, അവർക്ക് വലിയ അക്ഷരാഭ്യാസമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല മറ്റു തരത്തിലുള്ള ജോലിപരമായിട്ടുള്ള നേട്ടങ്ങളോ പ്രൗഢികളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ആഡംബരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് ഏറ്റവും സുതാര്യമായിട്ട് അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ജീവൻ നയിപ്പാൻ തക്കവണ്ണം അവർക്കൊക്കെ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഈ തലത്തിൽ ഈ തലമുറയിൽ ഓർക്കേണ്ട വളരെ ആവശ്യമാണ്. ഇന്ന് ദമ്പതികളെ നോക്കുമ്പോൾ മാതൃകാ ജീവൻ നയിക്കുന്ന ദമ്പതികളുണ്ടോന്ന് സമൂഹമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, നല്ല ജീവിതത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ, കുടുംബങ്ങളെ കരുതുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള മോഡൽ ആയിട്ടുള്ള ജീവൻ നയിക്കുന്ന ദമ്പതികൾ ഉണ്ടോ എന്ന്, മാതൃകാപരമായ ജീവൻ നയിക്കുന്ന ദമ്പതികൾ ഉണ്ടോ എന്ന് തേടുമ്പോൾ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഒരു പദം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷിലെ പദം മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മറ്റുള്ളവർക്ക് മാതൃകാപരമായിരിക്കുന്ന മോഡലായിട്ടുള്ള ഒരു ജീവൻ നയിപ്പാൻ തക്കവണ്ണം, ഒരു കുടുംബജീവൻ നയിപ്പാൻ തക്കവണ്ണം, നല്ല ദമ്പതികളായി ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാലാമത് ഒരു ഇംഗ്ലീഷ് പദം കൂടെ പറയുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, എവർ ലാസ്റ്റിംഗ് എന്നുള്ളതാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എവർ ലാസ്റ്റിംഗ് ആയിട്ടൊരു ബന്ധത്തിലേക്കാണ്. ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് നിത്യതയിലേക്ക് നീളുന്ന ഒരു ബന്ധത്തിലേക്കാണ്, കുടുംബജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വലിയൊരു ബോധ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് കുടുംബജീവിതം
ദാമ്പത്യം, വിവാഹ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യവും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണമെന്നൊരു ആവശ്യമാണ്. 4 ഇംഗ്ലീഷ് പദങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഒന്ന് എന്തോ ഹോളിനെസ്, രണ്ടാമത് എന്തായിരുന്നു വൺനെസ്, മൂന്നാമത്തത് മോഡൽ, നാലാമത്തത് എവർ ലാസ്റ്റിംഗ്. ഈ 4 ഇംഗ്ലീഷ് പദങ്ങളുടെയും ആദ്യത്തെ അക്ഷരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ HOME. എന്താണ്? ഹോം, ഭവനം. ഒരു ഭവനം പണിയുവാൻ വേണ്ടി മാതൃകമായിരിക്കുന്ന, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട, വിശുദ്ധമായിരിക്കുന്ന, അതുപോലെ തന്നെ എവർ ലാസ്റ്റിംഗ് ആണ്, നിത്യതയിലേക്ക് നീളുന്നതായിട്ടുള്ള ഒരു കുടുംബജീവനം നയിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുള്ള ജീവിതം ഉണ്ടാവണം, സ്നേഹത്തിൽ ഐക്യപ്പെട്ടുള്ള ജീവിതം ഉണ്ടാവണം, എല്ലാ നന്മകളാലും നിറയുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കണേ പ്രാർത്ഥിക്കും. ദൈവ കൃപയെന്ന മൂടുപടം ആരിട്ട് തരും? തമ്പുരാൻ ഇട്ട് തരും. അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥനകളിൽ കൂടി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അബ്രഹാം ഇസ്ഹാക്കിനും, ഇസ്ഹാക്ക് യാക്കോബിനും യൗസേപ്പിനും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, തലമുറ തലമുറയായി പിതാക്കന്മാർക്ക് കൈമാറി വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ പട്ടക്കാർ ഇവിടെ വായിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഏറ്റ് പറയുന്നുണ്ട്. ആ നന്മകളൊക്കെയും നിങ്ങൾക്ക് ലയിപ്പാത്തക്കൊണ്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. വന്നിയ വൈദികരുടെ പേരിൽ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ ദമ്പതികൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും അറിയുവാനും കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾ നിർമ്മിക്കുന്നവരും എന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവരും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും ബഹുമാനാരാധനകൾ യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകൾ മഞ്ഞമറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ ശ്രേഷ്ഠങ്ങൾ പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ കൃപാപ്രവാഹത്താലും നിസ്സീമമായ ദയാലും നിസ്സാരന്മാരായ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ആത്മീയ തലവരും തൽപരനും ആത്മശ്രീ പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപങ്ങളുടെ ദുരസ്ഥനുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായി സാത്താന്റെ ദാസ്യത്തിനോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെയും സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മുതിർത്തവും നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിനുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ ഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാനാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങി പോലെ ആശ്വസിപ്പിക്കണമേ. സ്വർഗ്ഗരാജ്ഞികളെ ആണിപ്പിക്കുകയും ചെയ്യണമേ. എന്നാൽ ദൈവമേ, ദൈവത്തിനും മനുഷ്യ സ്നേഹമുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ വക്കോലശ് ബാലവൻ മിൻ ബാർഖമോൻ നാലോഹന കാബേൽ ഹുസോയോ ഔബേവൽ ശുബക്കോല ദാതോഹെ ബദ്രായിഹൻ വൽമനോലം വൽമേ. സുന്ദരികളിൽ അതിസുന്ദരിയും ജാതികളിലും സ്തോത്രം നിർവചലോൻ ദിവസഭേ നിന്നെ ലാളിപ്പൂ. സകലവിധം സ്തുതി വെള്ളത്തെ ശ്രേഷ്ഠമായ വിജ്ഞാനമാക്കുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാത്മണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസനെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലങ്കയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വരുന്ന ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലഭാഗയിൽ നിന്നുകൊണ്ട് അതിലവരുടെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യരിലെ നിന്നുമായി പാലിക്കുമോ? യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്ര വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും പശുവിന്റെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാരുടെ സ്ഥലത്തിന് കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്നെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കരയോ ചുടുവോ മറ്റു കുറവുകളില്ലാത്ത മാത്രപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവനിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ ജീവനുള്ളവരെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് ും
സംഭവിച്ചു. യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്ത് എന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തോടെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയം കാണിക്കുന്ന നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാവം ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധ കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ഷണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യമെന്ന് തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചവരെ ചെയ്തു. ഭാരതമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Be
ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് ആകൽ കസാട് വഞ്ചിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ.
മരണകരമായ സ്ഥിതിയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിന് സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിനും ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാം ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ആചാര്യന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തല വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപനിയോടെ പോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കാണാൻ പോലെ അനുതാപത നിങ്ങളും സ്വർഗരാജ്യാവകാശമായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവൻ പരിഗണിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി കരയിക്കാം. വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും.
ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തം അറിയാമെങ്കിലും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പന നിങ്ങൾക്കായിട്ടാകുന്നുവെന്ന് അറിഞ്ഞു. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ബലഹീനവും കുറ്റമുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതമായ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. അനുഗ്രഹിച്ചത് കുടുംബാംഗവും ഇടവകാംഗം കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഷിനുവച്ചനാണ്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. സഹകാർമ്മികരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുരുവിള മാത്യു എന്നായുള്ള അച്ഛൻ, ഇടവകയുടെ മുൻവികാരിയായിരിക്കുന്ന DC മാത്യു അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട ഷിബു ടോം അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട ജുബിൻ കരിപ്പായും PT നായനാർ അച്ഛൻ എന്നീ ശ്രേഷ്ഠരായ വൈദികരുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും കാണിക്കയിട്ടതിന് ശേഷം വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാം മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാം മംഗളാശംസകൾ.
ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി. ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ. 100 പൊൻകിനാവിൻ നിതാ മിന്നി എന്നിലാകെ. നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ. എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ. നിറമായി നിഴലായി നീയില്ലേ എന്നാളും.
കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേകിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. പാതിരാവിന്റെ വാതിലിൽ പൂവ് ചൂടുന്ന താരമേ പുലരാൻ വൈകുമോ ഇനി രാവേറുമോ കണ്ണോരം കാണും മോഹം നേരാണോ പതിയെ നീങ്ങുന്ന നേരമേ വെറുതെ വേഗത്തിലോടുമോ അവനോടായിതാ അലിയാൻ കാത്തു ഞാൻ ഇന്നേതോ തീരാദാഹം നേടാനോ പകുതി തീരാ കവിത പോലെ അകലെ നിൽപ്പൂ നീ വരാതെ പുതിയൊരാനന്ദമോ പതിവുകൾ ദൂരയോ. വാനിലോ ഞാൻ താഴെയാണോ പ്രണയമാം ജാലമോ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. പൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ തേടി നിന്നുവെന്നോ
സഹായം ഇവിടെ നിന്ന് വരുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ വീട് പണിയാതിരിക്കുന്നുവെങ്കിൽ പണിയുന്നത് അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. വാക്തത്തിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സായന്റെ വേളയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ കൊടുത്ത് ഏതിൻ്റെ പ്രദേശിൽ കർത്താവേ വിശുദ്ധ വിവാഹമാതാവിനോവൻ ഒരുക്കിക്കൊടുത്തു. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായി കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ പൽക്കാലം ഒന്നിച്ചേരുവാൻ കൃപ ചെയ്തതിനാൽ സ്തോത്രം. എന്നാൽ ഇന്ന് പൽക്കാലം സ്വർഗീയ ഹിതത്തിനൊത്ത വേണം. കർത്താവേ, മാതാപിതാക്കൾ ഒന്നിച്ച് ചേർന്ന് ആലോചിച്ച് സ്വന്തക്കാർ ബന്ധക്കാർ പ്രിയപ്പെടുന്ന ചേർന്ന് ആലോചിച്ച് ഇന്ന് പൽക്കാലം ഒരു വിശുദ്ധ വിവാഹം നടക്കുവാൻ കണമായി ഒരു കർത്താവിൽ ഒന്നായി തീരുവാൻ സ്വർഗം സഹായിച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിഞ്ഞ വചനപ്രകാരം അവരുടെ ജീവിത അവസാനം നിന്റെ സന്നിധാനത്തിൽ ഒരുമയോട് സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കാൻ അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അവരെ നിറയ്ക്കണേ കർത്താവേ. ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും രണ്ടുപേരും കർത്താവ് രണ്ട് ഭവനങ്ങളിൽ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിൽ അവസ്ഥയിലായിരുന്നല്ലോ. എന്നാൽ ഇന്ന് പൽക്കാലം വിശുദ്ധ വിവാഹത്താൽ അവർ ഒന്നിച്ചേർന്നിരിക്കുമ്പോൾ തുടർന്നുള്ള ദിനങ്ങളിൽ കർത്താവേ ഭൂമിയിൽ ദൈവത്തിന് മഹത്വം കരേറ്റുന്നതായിരിക്കുന്നതായ ഒരു ക്രിസ്തീയ കുടുംബത്തെ പടുത്തെടുത്തുകൊണ്ട് ഉത്തമ സാക്ഷ്യം വഹിപ്പാന്തകണമായി യുവതലമുറ നാശത്തിലേക്ക് നീക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ മാതൃയോട് ജീവൻ നയിക്കുവാൻ നിന്റെ മകനെയും മകളെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതം ഇരു ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ബന്ധുമിത്രാദികൾക്ക് അനുഗ്രഹമായിരിക്കാൻ, ആശ്വാസമായിരിക്കാൻ, ഒരു സഭകൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ജ്ഞാനം, ആവശ്യമായ ദൈവകൃപ, ആവശ്യമായിരിക്കുന്ന ദൈവശക്തി നൽകി നീ അവരെ ശാരീരികമായും ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുമാറാണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നീ അനുഗ്രഹിച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവേശുവിന്റെ അനുഗ്രഹങ്ങളും ആശുവിന്റെ കൂട്ടായ്മ സഹവാസവും ഇതിലെ കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും ഇരു ഭവനങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में. बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में. कुछ भी नहीं है तेरे कदमों से आगे,
कदमों से आगे, कदमों से आगे। तुझसे जो बांधे मैंने टूटेंगे ना धागे, टूटेंगे ना